ഹായ് ഓൾ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. അപ്പോൾ പുണ്യ, ഇനി ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, ആ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ഇനി പഠിച്ച ആൾക്ക് നീറ്റ് കിട്ടുമോ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ പ്രിപ്പയർഡ് ആണ് നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. നമ്മുടെ മനസ്സിലുള്ള ഒരു തോട്ടാണ് നമ്മൾ അയ്യോ പഠിച്ചെത്തിയിട്ടില്ല, എവിടെ ആയിട്ടില്ല, കൺഫ്യൂസ് സ്റ്റേറ്റ് ആണ്. ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാണ്ട് വേണ്ടുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. കിട്ടൂല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും കിട്ടില്ല. കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ മുന്നേറുകയാണെങ്കിൽ എന്തായാലും കിട്ടും. നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നീറ്റ് എന്ന് എല്ലാവർക്കും അറിയുന്ന കേസാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം ഉറപ്പിക്കുക. ഫസ്റ്റ് യു ഷുഡ് ഹാവ് ദറ്റ് കോൺഫിഡൻസ് ടു സേ ദാറ്റ് എനിക്കിത് കിട്ടും, ദിസ് നീറ്റ് ഇസ് മൈൻ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ആർ ഹാഫ് ഡൺ മക്കളെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എവറിത്തിങ് ഇസ് അണ്ടർ യുവർ കൺട്രോൾ. പിന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണ്? നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവുക, കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടെൻഷൻ ഒഴിവാക്കുക. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ കുറേ പഠിച്ചിട്ടില്ലേ, ആ പഠിച്ച കാര്യങ്ങൾ എഫിഷ്യൻ്റായിട്ട് നമുക്ക് പേപ്പറിൽ പകർത്തി എഴുതാൻ പറ്റണം, OMR മാർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അൺനെസസറി ആയിട്ട് കുറേ മിസ്റ്റേക്സ് ഉണ്ടാക്കും. പിന്നെ അവിടെ എക്സാം ഹാളിൽ കയറി വെപ്രാളപ്പെടുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ടെൻഷൻ നിങ്ങൾ മാക്സിമം കുറക്കുക, എന്നാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തീരെ പഠിച്ചിട്ടില്ല വിചാരിച്ചോ, നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒന്നും നിങ്ങൾ തീരെ പഠിച്ചിട്ടില്ല വിചാരിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബയോളജി നിങ്ങൾ മാക്സിമം കവർ ചെയ്യുക. കാരണം ഏതൊരു പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരു കുട്ടിക്കും ബയോളജി പഠിച്ചെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഒരു കോച്ചിങ്ങിലൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ ഫിസിക്സും കെമിസ്ട്രിയും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം നിങ്ങൾ ഒരിക്കലും ആ ബയോളജി കോംപ്രമൈസ് ചെയ്യരുത്. ബയോളജിയാണ് ആ പോഡിയം എന്ന് പറയുന്നത്. ആ പോഡിയത്തിന് മേലെ കയറി നിന്നിട്ട് വേണം നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും ബിൽഡ് ചെയ്തെടുക്കാനുള്ളത്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും. അതായത് എനിക്കിനി കിട്ടുമോ, അതോ അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ലല്ലോ, എൻ്റെ ചുറ്റുള്ളവരൊക്കെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നവർക്കൊക്കെ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാനുള്ളൊരു മെത്തേഡ് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവും. ലൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്കിത് തന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാണ്. നമ്മൾ എത്രത്തോളം ആ സംഭവത്തെ ഇഷ്ടപ്പെടുന്നു അത്രത്തോളം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മൾ ചെയ്യുന്തോറും നമ്മൾ നോ ദിസ് ഇസ് നോട്ട് ഓക്കെ, നമുക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പോസിറ്റീവ് തിങ്കിങ്. അങ്ങനെ ആലോചിച്ച് നോക്കൂ, നമുക്കത് പോസിറ്റീവ് അല്ലേ? ഓക്കെ, നമ്മളിത് ചെയ്തുകൊണ്ട് നിൽക്കുന്നു, നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുക. എവറി ഡേ കൗണ്ട്സ് ആൻഡ് എവറി മിനിറ്റ് കൗണ്ട്സ്. അപ്പോൾ നമ്മൾ ഇത് ഇനിയിപ്പോൾ വിചാരിക്കുക നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ്, ഓക്കെ, നമ്മൾ ഇത് പോരാന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആവറേജ് ആണെന്ന് തോന്നുന്ന കുട്ടികളൊക്കെ മനസ്സിലാക്കുക, നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടൈമുണ്ട്. ആൻഡ് ഈ തോട്ട് വരുന്നവർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയവും നമുക്ക് കേപ്പബിലിറ്റിയും ഉണ്ട്. അങ്ങനത്തെ എല്ലാ കുട്ടികൾക്കും എന്തായാലും മുന്നോട്ട് വരാൻ തന്നെ പറ്റും. അതുകൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട. അത് നമുക്ക് നീറ്റിനോടുള്ള അത്രയും ഇഷ്ടവും നമ്മൾക്കത് വേണം എന്നുള്ള അത്രയും വാശിയുള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് തോട്ടിനെ ഒരു പോസിറ്റീവ് തോട്ടാക്കി കൊണ്ടുവരാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഏതൊരു നെഗറ്റീവ് തോട്ടിനെ നമ്മളൊരു വേറെ വഴിക്ക് ആലോചിക്കുകയാണെങ്കിൽ പോസിറ്റീവ് തോട്ടായിരിക്കും ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന എക്സാമിനൊക്കെ നമുക്ക് കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിട്ട് മാറാൻ പറ്റും. And to all the NEET aspirants here, we wish you a very good all the best. Target Learning App, Kerala's most trusted learning partner.